നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ സാങ്കേതിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമായിരുന്നു നമുക്ക് മുന്നിലുള്ളത്: കാലിഫോർണിയ. അമേരിക്കയിലെ കാലിഫോർണിയ എന്നും ലോകത്തിനൊരു അത്ഭുതമായിരുന്നു. ലോകത്ത് ഏറ്റവുമധികം സാങ്കേതിക വളർച്ചയുള്ള രാജ്യം അമേരിക്ക തന്നെ. ലോകത്തെ വൻകിട IT കമ്പനികളൊക്കെ തങ്ങളുടെ ആസ്ഥാനമാക്കി കാണുന്നതും കാലിഫോർണിയ തന്നെ. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മെറ്റ, ടെസ്ല, IBM തുടങ്ങി എത്രയെത്ര കമ്പനികൾ. ഇപ്പോൾ ചൊവ്വയിൽ പോയി തൻ്റെ ആവാസ വ്യവസ്ഥ ഒരുക്കാൻ ശ്രമിക്കുന്ന ഇലോൺ മസ്കും കാലിഫോർണിയ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ജോൺ സാമുവൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇത്തരമൊരു മനുഷ്യാവസ്ഥയുടെ ഐറണിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എത്ര കണ്ട് നമ്മൾ സാങ്കേതികമായി വളർന്നാലും ഒരു തീപ്പൊരി മതി ഈ മനുഷ്യാവസ്ഥ തീരാൻ. ലോകത്ത് തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഹോളിവുഡ് ആസ്ഥാനമായ ലോസ് ആഞ്ചലസിനടുത്ത് അൽറ്റഡനയിൽ ജനുവരി 7 തുടങ്ങിയ ഏറ്റൻ തീപിടുത്തത്തിൽ ഏതാണ്ട് 40,000 വീടുകൾ നശിച്ചു. ഇതുവരെ 25 മരണം റിപ്പോർട്ട് ചെയ്തു. കാണാതായ അനേകർ ഇപ്പോഴുമുണ്ട്. ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ കൊട്ടാര സമാന വീടുകൾ എല്ലാം കത്തിയമർന്നു. തീ ഇപ്പോഴും തുടരുന്നു. ഒരു തലത്തിൽ സാങ്കേതിക വളർച്ച ആകാശം പൊട്ടി സ്പേസിലേക്ക് വളരുന്നു. നക്ഷത്രങ്ങളിൽ പോയി കൂടുകൂട്ടാൻ മനുഷ്യൻ തയ്യാറെടുക്കുന്നു. നിർമ്മിത ബുദ്ധി മുന്നോട്ട് കുതിക്കുന്നു. ഡ്രൈവറില്ലാതെ കാറുകൾ വരുന്നു, റോബോട്ടുകൾ. പക്ഷെ മറ്റൊരു തലത്തിൽ മനുഷ്യൻ്റെ എല്ലാ അജ്ഞതയും പൊളിച്ചെടുക്കാൻ ഒരു കുഞ്ഞൻ വൈറസോ ഒരു തീപ്പൊരിയോ ചുഴലിക്കാറ്റോ വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ മതി. മനുഷ്യാവസ്ഥയുടെ വൈരുദ്ധ്യം ഏറ്റവും കൂടുതൽ വെളിവായത് കോവിഡ് മഹാമാരിയിലായിരുന്നു. ഭയപ്പെട്ട മനുഷ്യൻ വീട്ടിൽ ലോക്ക്ഡൗണായി പൂട്ടിക്കെട്ടിയിരിക്കേണ്ടി വന്നു. ലോകമെങ്ങും യാത്ര ചെയ്യുന്ന മനുഷ്യന് 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയൊക്കെ മെഡിക്കൽ സാങ്കേതിക വിദ്യ വളർന്നിട്ടും വിവിധ കണക്കുകളനുസരിച്ച് ഏതാണ്ട് 70 ലക്ഷം മനുഷ്യരുടെ ജീവൻ ഒരു കുഞ്ഞൻ വൈറസ് കൊണ്ടുപോയി. മെഡിക്കൽ ടെക്നോളജിയും ഫാർമ കമ്പനികളും ഏറ്റവും വികാസം പ്രാപിച്ച അമേരിക്കയിൽ ഏതാണ്ട് 12 ലക്ഷം ആളുകളുടെ ജീവൻ കോവിഡ് വൈറസ് കൊണ്ടുപോയി. ആകാശത്തോളം ടെക്നോളജിയിലും സയൻസിലുമൊക്കെ വളർന്നെങ്കിലും രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും മനുഷ്യൻ ഇപ്പോഴും ഭയമാണ്. കഴിഞ്ഞ 25 വർഷങ്ങളിൽ 13.5 ലക്ഷം പേരാണ് പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ചത്. 2023 മാത്രം 86,473 മനുഷ്യർ പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ചു. ടർക്കി സിറിയ ഭൂകമ്പത്തിൽ 60,000 ആളുകൾ മരിച്ചു. വിവിധ യുദ്ധങ്ങളിലും ആഭ്യന്തര യുദ്ധങ്ങളിലും കലഹങ്ങളിലുമായി ദശലക്ഷങ്ങൾ കൊല്ലപ്പെടുന്നു. അതിൽ നിരപരാധികളായ സാധാരണ മനുഷ്യർ. എല്ലാ സയൻസും സാങ്കേതിക വിദ്യയും വളർന്നിട്ടും പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നിൽ മനുഷ്യൻ പലപ്പോഴും നിസ്സഹായനാണ് എന്നതാണ് മനുഷ്യാവസ്ഥയുടെ ഐറണി. ഈ കുറിപ്പിൽ ഒരുപാട് സത്യമുണ്ട്. പ്രകൃതിയോട് കളിക്കാൻ നമുക്കിപ്പോഴും കഴിയില്ല. മനുഷ്യാവസ്ഥ എത്ര നിസ്സാരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ലോസ് ആഞ്ചലസിൽ പടർന്നു കയറിയ ഈ കാട്ടുതീ എങ്ങനെ സംഭവിച്ചുവെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത് അമേരിക്കയുടെ ഭരണകൂടവും. ലോസ് ആഞ്ചലസിൽ പടരുന്ന കാട്ടുതീയുടെ വ്യാപനം വരും ദിവസങ്ങളിൽ കൂടുതൽ തീവ്രമാകുമെന്നാണ് കാലിഫോർണിയയിലെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഇത് അമേരിക്കയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. സാന്റാന എന്ന വരണ്ട കാറ്റിന്റെ സ്വഭാവം കൂടുതൽ അപകടകരമാകുന്നു. ഇത് കൂടുതൽ നാശം വിതയ്ക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നത്. 120 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. പരിമിതമായ തോതിൽ പല സ്ഥലങ്ങളിലും കാട്ടുതീ അണയ്ക്കാൻ അഗ്നിശമന സേനയ്ക്ക് ഇതിനകം കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ ഒരു വശത്ത് വരുമ്പോഴാണ് മറുവശത്ത് വീണ്ടും കാട്ടുതീ ആളിപ്പടരുന്ന കാഴ്ച. കാറ്റിന്റെ ശക്തി കൂടുമ്പോൾ കാട്ടുതീയുടെ വേഗത വർദ്ധിക്കും. കഴിഞ്ഞ 8 മാസമായി മഴയില്ലാതെ ഉണങ്ങി നിന്ന പുല്ലുകളും കാട്ടുമരങ്ങളും ഒക്കെ ചേർന്ന ഒരു ദുരവസ്ഥ. ഇവിടെയാണ് കാട്ടുതീ ആളിപ്പടർന്നത്. കാറ്റിന്റെ ശക്തി കൂടിയാൽ കാട്ടുതീയുടെ വ്യാപനം തടയുക വലിയ വെല്ലുവിളിയാകുമെന്ന് അമേരിക്ക തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. 6 കാട്ടുതീകളാണ് ലോസ് ആഞ്ചലസ് കൗണ്ടിയിൽ ഉടനീളം പടർന്നു പിടിച്ചത്. ഇതുവരെ 24 പേർ മരിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ട്. എന്നാൽ മരണസംഖ്യ വളരെയേറെ അധികമായിരിക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. പാലിസേഡ്സിൽ മാത്രം 24,000 ഏക്കറാണ് തീ വിഴുങ്ങിയത്. ഈറ്റൻ ഫയർ സോണിൽ 14,000-ലധികം ഏക്കർ നശിച്ചു. കാലിഫോർണിയയിലെ സാൻ ഫെർണാണ്ടോയിൽ ഫയർ ടൊർണാഡോ കണ്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇതാണ് ഏറ്റവും അപകടകരമായ പ്രതിഭാസം. ഏറ്റവും തീവ്രമായ ചൂടും കാറ്റും ഒക്കെ ചേർന്ന് രൂപപ്പെടുന്ന ചുഴലിയാണ് ഫയർ ടൊർണാഡോ എന്ന് പറയുന്നത്. ഹോളിവുഡ് ഹിൽസിൽ തീ പടരുന്ന നിരവധി വീഡിയോകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ വിഖ്യാതമായ ഹോളിവുഡ് എന്ന ബോർഡ് കത്തി നശിക്കുന്ന വീഡിയോ
അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഹോളിവുഡ് ഹിൽ എന്നുള്ളത് നിരവധി മലനിരകൾ കൂടിച്ചേർന്നതാണെന്നും അവിടെയുള്ളവർ പറയുന്നു. 12,000-ഓളം വീടുകളും കെട്ടിടങ്ങളുമൊക്കെ കത്തി നശിച്ച് ചാരക്കൂനകളായി കിടക്കുന്നു. അതിൽ സെലിബ്രിറ്റികളുടെ വീടുണ്ട്, ശതകോടീശ്വരന്മാരുടെ വീടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില വീഡിയോകൾ നമ്മെ സ്തബ്ധരാക്കും. ഒരു വീട് അകത്തുനിന്ന് തീ പടർന്ന് കത്തി അമരുമ്പോൾ ആ വീടിന്റെ ജനലിനപ്പുറം തീയിലേക്ക് അമർന്നു പോകുന്ന ചില മനുഷ്യക്കോലങ്ങൾ. നിരവധി വീടുകളിലേക്ക് തീ ആളിപ്പടരുന്നതിൻ്റെയും അവിടെ നിന്ന് ജനങ്ങൾ ഓടിപ്പോകുന്നതിൻ്റെയും ഒക്കെ ഭയാനക ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. $300 കോടി വിലയുള്ള ആഡംബര മാളിക ആളിക്കത്തി താഴേക്ക് പതിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേർ ഷെയർ ചെയ്യുന്നു. പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോം സില്ലോയിൽ ഈ ബംഗ്ലാവ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലിസേഡ്സിലെ തീ മാൻഡേവില്ല കാന്യൻ, ഹോളിവുഡ് സെലിബ്രിറ്റികൾ താമസിക്കുന്ന ബ്രെയിൻവുഡ് എന്നിവിടങ്ങളിലൊക്കെ കനത്ത നാശനഷ്ടമുണ്ടാക്കി ഈ കാട്ടുതീ. ദേശീയപാത 405-നടുത്തേക്കും തീ പടർന്നു. 1,53,000-ലേറെ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. 57,000 കെട്ടിടങ്ങൾ ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1,66,000 ആളുകളെ ഒഴിപ്പിക്കാനുള്ള യജ്ഞമാണ് അധികൃതർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അമേരിക്ക പോലൊരു രാജ്യത്ത് വൈദ്യുതി ഇല്ലാതെ ജീവിക്കുക ഒട്ടും എളുപ്പമല്ല. എന്നാൽ വൈദ്യുതി ഇല്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ കഴിയുന്നത് എന്ന റിപ്പോർട്ടുകൾ ലോകത്തിന് മുന്നിൽ. നടുങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. അമേരിക്ക പോലെ സാമ്പത്തികമായി ഏറെ വളർന്ന ഒരു രാജ്യത്തെ സ്ഥിതിയാണിത് എന്നോർക്കണം. വരണ്ട കാറ്റിന്റെ സ്വാധീനത്തിൽ സംഹാര താണ്ഡവമാടിയ കാട്ടുതീ ഇപ്പോൾ പടർന്നു കയറുമ്പോൾ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ തന്നെയാണ് നമുക്ക് ബോധ്യമാകുന്നത്. പല സ്ഥലങ്ങളിലും വൻതോതിൽ കൊള്ളക്കാരുടെ ആക്രമണം. വീടുകളും കെട്ടിടങ്ങളുമൊക്കെ അവർ കൊള്ളയടിക്കുന്നു. നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന വാർത്തകളും പുറത്തുവരുന്നു. അമേരിക്കയ്ക്ക് ഇത് വല്ലാത്തൊരു ദുരന്ത കാലമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.